വേറെ പാട്ടൊന്നുമില്ലേ? ആ അമ്മേ, ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോണേണേ. അതെന്തിനാണ് ഇപ്പൊ വീട്ടിൽ പോണത്? നീ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസമല്ല അവിടെ പോയി 2 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നാ? എടി, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിൽ പോയി നിൽക്കണത് കൊള്ളൂല. അതെ, എപ്പോഴും വീട്ടിൽ പോണ കൊള്ളൂല. പക്ഷെ ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് 2 മാസമല്ല, അപ്പൊ എനിക്കിപ്പൊ പോവാ. നീ ആള് കൊള്ളാല. അപ്പൊ നീ ഇവിടെ നിപ്പ അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുണ്ട് കൂട്ടി? ഞാനിവിടെ ഒറ്റക്ക് കഴിയണം. അയ്യോ, അതിന് അമ്മയുടെ ഒറ്റക്കൊന്നും കഴിയണ്ട, ചേട്ടൻ ഉണ്ടാവോ ഇവിടെ? അപ്പൊ അവനും ഉണ്ടായി ഇവിടെ. അവന്റെ കാര്യമൊക്കെ ആര് നോക്കും? ഓഫീസിൽ പോകുമ്പോ ചോറൊന്നും കെട്ടിക്കൊടുക്ക എനിക്കൊന്നും വയ്യ. എനിക്കാണെങ്കിൽ കാലിന് വയ്യ. എനിക്ക് ഭക്ഷണം വെക്കണ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അതൊക്കെ ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചോളും. ചേട്ടക്ക് ഓഫീസിൽ ഫുഡ് കൊടുത്തുകൊണ്ട കാര്യം ഓർത്ത് അമ്മ ഇപ്പോഴേ വിഷമിക്കണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? മനുഷ്യനാണെങ്കിൽ നടക്കാൻ പോലും വയ്യ, കാലിനൊട്ടും വയ്യ. ഏന്തി വലിഞ്ഞാണൊന്ന് ഇവിടെ വന്നിരുന്നത് തന്നെ മനുഷ്യൻ. വല്ലയിടത്തും വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുണ്ട് നോക്കാൻ? വല്ലവരും അറിയുവാ ഞാൻ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറ്റിയ? ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഒറ്റക്ക് കിടന്ന് നരകിക്കാനുള്ള ഭഗവാനെ എന്റെ വിധി. അമ്മേ, അയ്യോ എന്റെ നന്ദമോള്, അയ്യോ അമ്മേ ഞാൻ വന്നു. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? അയ്യോ എന്റെ നന്ദമോള് വന്ന. അമ്മ ഇന്നും കൂടെ രാവിലെ സുശീലനോട് പറയണിരുന്നു എന്റെ മോളെ കണ്ടിട്ട് 10 ദിവസമല്ല ഭഗവാനെ എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുന്നത്. അപ്പോഴേക്കും എന്റെ മോളിങ്ങോട് വന്നാ ദൈവമേ. ഞാനിങ്ങോട്ട് എത്തിയില്ലേ അമ്മേ? ഇനി എന്തിനാ അമ്മ വിഷമിക്കണ? അല്ല, അമ്മയുടെ കാലുവേദന ഇപ്പൊ മാറിയാ? അയ്യോ, കാലിന് വേദന ഉണ്ട്, കാലിന് നല്ല വേദന ഉണ്ട്. അവളെ കണ്ടപ്പോഴേക്കും അതങ്ങോട്ട് മറന്നുപോയി, നടക്കാൻ വയ്യ. പക്ഷെ എന്റെ മോളെ കണ്ടപ്പോ അമ്മ കാലിന്റെ കാര്യമൊക്കെ മറന്ന്. കുട്ടും വയ്യ കാലിന്. അയ്യോ, അമ്മക്ക് പാടില്ലേ? കാലിന് എന്ത് പറ്റി? കാലിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയ കാലുവേദന അല്ലേ അമ്മേ? ചേച്ചി വീട്ടിൽ പോണേണോ? അപ്പൊ ഇവിടുത്തെ കാര്യമൊക്കെ ആര് നോക്കും? ഇനിയിപ്പൊ ചേച്ചി പോവണ്ട. അതെ, അത് തന്നെ. അവള് വന്നതല്ലേ, അവക്ക് എന്താന്ന് വെച്ചാൽ വെച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇനിയിപ്പൊ ഇന്ന് പോവണ്ട. നീ അമ്മ ഉണ്ടാക്കി കൊടുത്താൽ മതി. 10 ദിവസം മോളെ കാണാണ്ടിരുന്നപ്പോ അമ്മക്ക് നൊന്ത് അല്ലേ? 2 മാസമായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പൊ എന്റെ അമ്മക്ക് എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അവക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നമ്മുടെ കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ നിന്ന് ഓടണുണ്ടായിരുന്നല്ല, ഒരു കുഴപ്പമില്ല അമ്മക്ക്. എന്തായാലും മകൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ അമ്മക്ക് കൂട്ടിനും ആളായി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോണേ. പോയി. എനിക്കാണെങ്കിൽ പട്ടിയുടെ വില പോലും തരൂല അവള്. അമ്മേനെ കൊണ്ട് കൊള്ളൂലാത്തോണ്ടാണ് അവളിങ്ങനെ എപ്പോഴും അവളുടെ വീട്ടിലേക്ക് ഓടണത്. പോയിട്ട് ഇങ്ങാട് വരട്ടെ, ഇങ്ങാട് തന്നെ വന്നോല്ല, ശരിയാക്കി കൊടുക്കാം അവളെ ഞാൻ. ഇനിയിപ്പൊ ഇവിടത്തെ പണിയൊക്കെ അമ്മ എടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ നീയാ? ഇമ്പടി പുളിസി 10 ദിവസം അവിടെ പണിയെടുത്തൊന്നും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് സ്വന്തം വീട്ടിലേക്ക് വന്നെ. ഇവിടെ പണിയെടുക്കാൻ തലക്ക് വട്ടല്ലേ? എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി വെക്ക് വിശന്നിട്ട് കുടല് കത്തിയിട്ട് വയ്യ. മനുഷ്യനാണെങ്കിൽ നടുവും വയറും വേനൊക്കെ എടുത്തിട്ട് എന്തോ പോലെ ഒന്ന് കിടക്കട്ടെ. ഞാൻ അമ്മ തിന്നാകാൻ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. ശരി എന്നാ. ഇനിയിപ്പൊ പണിയെടുത്ത് ചാവണം. അവളുടെ പണിയും കൂടെ ഞാൻ എടുക്കേണ്ടി വരും. ഇതിലും ഭേദം അവളായിരുന്നു പണ്ടാരം പിടിക്കാനായിട്ട്. പിന്നെ അടുക്കള തന്നെ ശരണം. പണ്ടാരം കാലിനും വയ്യ.